ഹായ് ഹലോ എല്ലാവർക്കും ഒരു സന്ധ്യാവന്ദനം ഗൈസ്. എല്ലാവർക്കും സുഖമാണ്. ഓട്ടൊക്കെ ഇട്ടോ? ഞാനും ഓട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നത്. കാര്യം എനിക്ക് പേനൊന്നുമില്ല. എൻ്റെ പഞ്ചായത്തിൽ നിന്നൊക്കെ എനിക്ക് ഇന്ന് വരെ ഒരു വീടോ മറ്റൊരു ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു നിന്നത്. എന്തായാലും വോട്ടിട്ടു. ആർക്കെങ്കിലൊക്കെ വല്ലതും പ്രയോജനം ഉണ്ടാകട്ടെ, നമുക്കില്ലെങ്കിലും ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടാകട്ടെ. ഞാനെന്ന് വെച്ചാൽ ഈ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നടക്കാറില്ല. ഞാനില്ലെങ്കിൽ പോലും ഞാൻ ഇല്ല എന്ന് മറ്റുള്ളവരെ അറിയിക്കാറില്ല. അതാണ് ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു കൊച്ചു വീട് വെച്ച്, ആ വീട് എൻ്റെ മൂത്ത മോനും മോളും താമസിക്കുന്നു. ഇവിടെ എൻ്റെ മോൻ താമസിക്കുന്നു. ഇവിടെ വാടകയ്ക്കാണ് മാസം 8,000 കൊടുത്ത്. സ്ഥലം വാങ്ങിയിട്ടുണ്ട്, വീട് വെക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു. നമുക്ക് അത്യാഗ്രഹമൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മുടെ ഇല്ലായ്മയും നമ്മുടെ പോരായ്മകളൊന്നും ഞാൻ മറ്റുള്ളവരെ അറിയിക്കാറില്ല. നമ്മൾ ഇറങ്ങി പുറത്തിട്ട് ഇറങ്ങിപ്പോയി പക്ക ഇതായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും, സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, തയ്ക്കുന്നു, കൃഷി ചെയ്യുന്നു, ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു, മോന് വണ്ടിയുണ്ട്, മോന് ബിസിനസ്. നോക്കുമ്പം എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ ദിവസങ്ങളും തള്ളി പോകുന്നതെന്ന് അവനവനെ അറിയത്തുള്ളൂ. എന്തായാലും തമ്പുരാനെങ്കിൽ ഛത്രമിലെ കഷ്ടപ്പാടൊന്നും എനിക്കില്ല. ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പം അതൊക്കെ മാറി. കാരണം ഞാൻ ഫുൾ ടൈം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഗൈസ്. അതുകൊണ്ടാണ് പറയുന്നത്. ഉള്ളതുപോലെ വിളിച്ചു പറയും. പിന്നെ ഇപ്പം ഞാൻ വന്നത് വേറൊന്നുമില്ല. അപ്പോൾ ഒരു ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഒരു ചുമല ഡ്രസ്സ് വേണമെന്ന് തോന്നി. ഞങ്ങളൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾക്ക്, അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ കട്ടപ്പന ചെന്ന് നോക്കിയിട്ട് എനിക്ക് എല്ലാ കടയും ഞാൻ കയറി ഇറങ്ങി നോക്കിയിട്ട് എനിക്കൊന്നും ശരിയാവുന്നില്ല. കാരണം കട്ടപ്പനയില്ലാത്ത കളക്ഷൻ നമ്മുടെ കേരളത്തിലില്ല. അത്രയും ഒരുപാട് കളക്ഷൻസ് ഉള്ളത് കട്ടപ്പനയാണ് ടൗണ്. അപ്പം എനിക്ക് ഒരുപാട് വർക്കുകൾ, തിളക്കം അങ്ങനെയുള്ള ഡ്രസ്സൊന്നും എനിക്ക് ഇഷ്ടമില്ല. അപ്പം അത് സാരിയൊക്കെയാണ് ഓക്കെ, പക്ഷെ ചുരിദാറിനൊന്നും എനിക്ക് അങ്ങനെ തിളക്കമുള്ളതൊന്നും എനിക്കൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ മെറ്റീരിയൽ എടുത്തു, പീസ് മുറിച്ചെടുത്തു. കണ്ട, മുറിച്ചെടുത്തിട്ട് ഞാനിപ്പം പ്ലെയിനായിട്ടത് തയ്ച്ചു കൊണ്ടിരിക്കുന്നു. തയ്ച്ച് തീരാറായി. അപ്പം ഞാനിത് തയ്ക്കുന്ന വീഡിയോ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പം എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനോ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല. ഞാൻ തന്നെ ചെയ്യുന്ന വീഡിയോസുകളൊക്കെയാണ് ഇതിപ്പോൾ. അപ്പം നമ്മുടെ ഇടുക്കിലെ മിടുക്കി 2 യൂട്യൂബ് ചാനൽ പുതിയ ചാനലാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ. അപ്പം ഞാൻ തയ്ച്ച് തീരാറായി. കുറച്ചുകൂടെ തയ്ക്കാനുണ്ട് സ്റ്റിച്ച്. അപ്പം എൻ്റെ സ്റ്റിച്ച് വർക്കെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്ത് ചെറിയൊരു ടെക്നിക്ക് ചെയ്യാനുണ്ട്. ഇതുണ്ടോ ഗൈസ്, ബഡ്. ഈ ബഡ്ഡിൻ്റെ പുഴ കണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവമാണ്. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളർ